പ്രിയപ്പെട്ട പിതാവേ, പിതാവേ, എല്ലാ അച്ഛന്മാരെ, പ്രിയങ്കരനായ വികാരീച്ച, മറ്റ് വൈദിക ശ്രേഷ്ഠരെ, സമർപ്പിതരെ, മാതാപിതാക്കളെ, വാത്സല്യമുള്ള കുഞ്ഞുമക്കളെ, കുട്ടികൾ ഇടവക വിശുദ്ധ ഗീവർഗീസിന്റെ നാമത്തിലുള്ള ഈ ശ്വാസ സമൂഹം ഇന്ന് വലിയ ആഹ്ലാദത്തിലും സന്തോഷത്തിലുമാണ്. നമ്മളുടെ ഇടവക ദേവാലയം അതിമനോഹരമായ രീതിയിൽ പണിത് ഉയർത്തുവാൻ ആകർഷകത്വമുള്ള വശീകരണ ശക്തിയുള്ള ഒരു ദേവാലയ കലയുടെ ഭംഗിയോടെ അത് പൂർത്തീകരിക്കാനെല്ലാം നമുക്ക് സാധിച്ചു. പഴയ നിയമത്തില് ഉടനീളം നമ്മൾ കാണുന്ന ഒരു ചിന്ത ദേവാലയ നിർമ്മാണത്തിൻ്റെ ചരിത്രമാണ്. ഓരോ ഭിത്തിയും, ഓരോ ജനലും, ഓരോ കിളിവാതിലും ഏത് തടി കൊണ്ട്, എത്ര വലിപ്പത്തിൽ, ഏത് അകാല ഭംഗിയിലൊക്കെ നിർമ്മിക്കണം എന്നതിനെക്കുറിച്ച് വളരെ വിപുലമായ രീതിയിലുള്ള ചിത്രീകരണങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. അതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ജെറൂസലം ദേവാലയത്തിൽ ചരിത്രപരമായിട്ട് നമ്മൾ കണ്ടുമുട്ടുന്നത്. എന്നാൽ പുതിയ നിയമത്തിൽ ദേവാലയം നിർമ്മിക്കപ്പെട്ട് കഴിഞ്ഞ് അവിടെ വിശുദ്ധീകരിക്കപ്പെടേണ്ട വിശ്വാസികളുടെ സമൂഹത്തെക്കുറിച്ചാണ്, നമ്മളുടെ ഓരോരുത്തരുടെയും വിശുദ്ധമായ ജീവിതത്തെക്കുറിച്ചാണ് ഈശോ ഊന്നൽ നൽകുന്നത്. ഈശോ പരസ്യ ജീവിതകാലത്ത് ജെറൂസലേം പ്രവേശനം നടത്തുന്ന അവസരത്തിൽ വളരെ വലിയ ആകർഷകത്വമുള്ള ജെറൂസലേം ദേവാലയത്തിൽ പ്രവേശിച്ച് ഈശോ അവിടെ നൽകിയ ഒരു നിർദ്ദേശം എൻ്റെ ഭവനം പ്രാർത്ഥനാലയം ആയിരിക്കണം എന്നതാണ്. അതിൻ്റെ അർത്ഥം അവിടെ നടന്നിരുന്ന പല കാര്യങ്ങളും ദൈവത്തിൻ്റെ ഭവനമാണ് അത് എന്ന വിചാരത്തോടുകൂടി അല്ല, പ്രാർത്ഥനാലയം ആയിട്ട് അല്ല, പലതരത്തിലുള്ള കച്ചവട വ്യാപാരങ്ങൾക്ക് ഒക്കെയായിട്ട് ഉപയോഗിച്ചിരുന്നു എന്നാണല്ലോ. വിശുദ്ധ ദൈവശാസ്ത്രജ്ഞനായ അംബ്രോസ് ആ തിരുവചനത്തെ വ്യാഖ്യാനിക്കുന്നത് പ്രകാരമാണ്. ദേവാലയം കച്ചവടക്കാരുടെ ലോഡ്ജ് അല്ല, വിശുദ്ധിയുടെ ഇരിപ്പിടവും ഉറവിടവുമാണ്. ലാഭേച്ഛ പ്രവർത്തനങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന പുരോഹിതന്മാരെയും കർത്താവ് ഇഷ്ടപ്പെട്ടില്ല. ലൗകിക സ്വഭാവമുള്ള ക്രയവിക്രയങ്ങൾ പുതിയ നിയമ ചൈതന്യത്തിന് ചേർന്നതുമല്ല. പ്രത്യേകിച്ച് നാണയവുമായിട്ട് ബന്ധപ്പെട്ട കാര്യവും നാണയമാറ്റക്കാരുടെ പ്രവർത്തനങ്ങളും ദേവാലയം കൊണ്ട് ലാഭമുണ്ടാക്കണം എന്ന് കരുതുന്നവരാണ് നാണയമാറ്റക്കാർ. വിശുദ്ധ ഗ്രന്ഥമാണ് ദൈവത്തിൻ്റെ നാണയം. ഈശോയാണ് യഥാർത്ഥ ദേവാലയവും. വേദശാസ്ത്രിയായ അംബ്രോസിൻ്റെ വാക്കുകളാണ്. എൻ്റെ ഭവനം പ്രാർത്ഥനാലയം എന്ന് കർത്താവ് പറഞ്ഞ ആ തിരുവചനത്തെക്കുറിച്ച് അദ്ദേഹം നൽകുന്ന ചിന്തയാണ്. ഈശോ ജെറൂസലേം ദേവാലയത്തിൽ നടത്തിയ ആ ചിട്ടവട്ടങ്ങളെല്ലാം നമ്മൾ നോക്കുമ്പോൾ വിശുദ്ധനായ അംബ്രോസ് പറഞ്ഞിരിക്കുന്ന കാര്യം വളരെ പ്രസക്തമാണ് എന്ന് നമുക്കറിയാം. ജെറൂസലേം ദേവാലയത്തിൻ്റെ ശുദ്ധീകരണത്തിൽ ഈശോ നടത്തിയ കോൺസെൻട്രേഷനായിരുന്നു അത്. ആ ശുദ്ധീകരണത്തിൽ അവിടെ ഈശോ മുൻതൂക്കം നൽകിയ രണ്ട് കാര്യങ്ങൾ
ആ ശുദ്ധീകരണ കർമ്മത്തിൽ പങ്കാളികളായിട്ട് വന്നവരിൽ അന്ധന്മാരും മുടന്തരും ഈശോയുടെ അടുത്ത് വന്നു. ഈ ദേവാലയ കുദാശയുടെ ശുദ്ധീകരണത്തിൻ്റെ സമയത്ത് ബലഹീനന്മാരായ ഒരുപാട് ആളുകൾ, ശാരീരികമായിട്ട് മാത്രം ബലഹീനതയുള്ളവരെന്ന് കരുതേണ്ടതില്ല, അന്ധരും മുടന്തരുമായ ഒരു പിടി ആളുകൾ ഈശോയുടെ അടുത്ത് വന്നു. ആ കുദാശ കർമ്മത്തിൽ ആ ജനസമൂഹത്തിന് കിട്ടിയ, അവഗണിക്കപ്പെട്ട ജനങ്ങൾക്ക് കിട്ടിയ വലിയൊരു ആനുകൂല്യം അതായിരുന്നു കർത്താവിൻ്റെ അടുത്ത് വന്ന് ഇരിക്കുവാനായിട്ട്. അതിനുശേഷം കുട്ടികൾ, ഇവിടെയും ഒത്തിരി കുട്ടികൾ മുമ്പിൽ കയറിയിരിപ്പുണ്ട്. നല്ല കാര്യമാണ്. ദേവാലയ ശുദ്ധീകരണത്തിൻ്റെ അർത്ഥം അതാണ്. കുട്ടികൾ വർത്തമാനം പറഞ്ഞത്, ഒച്ചയിട്ടത്, ആർപ്പ് വിളിച്ചത്, അതെല്ലാം കണ്ട് ഈശോയുടെ കൂട്ടത്തിലുണ്ടായിരുന്ന നേതാക്കന്മാർ, ജനങ്ങൾ എല്ലാം ഒച്ച വയ്ക്കുകയും അവരുടെ ഒരു ചോദ്യമുണ്ടല്ലോ, ഈ പിള്ളേരെ മുമ്പിൽ കയറിയിരുന്ന് ഒച്ച വയ്ക്കുന്നത് നീ കാണുന്നില്ലേ? അതിൻ്റെ വലിയ നേതാക്കന്മാരൊക്കെ ആ ശുദ്ധീകരണ സമയത്ത് കർത്താവിനോട് ചോദിച്ച ഒരു ദേഷ്യം നിറഞ്ഞ ഒരു ചോദ്യമാണ്. നീ ഇതൊന്നും കാണുന്നില്ലേ? ഈ പിള്ളേരും രോഗികളും എല്ലാം നിന്റെ പക്കൽ വരുന്നതും. അപ്പോൾ ഈശോ പറഞ്ഞത് എന്താണ്? ഈ കുഞ്ഞുങ്ങളുടെ അധരങ്ങളിൽ നിന്ന് യഥാർത്ഥത്തിലുള്ള കുർബാന, ദൈവസ്തുതി ഉയർത്തും എന്ന് എഴുതിയിരിക്കുന്നത് നിങ്ങൾ വായിച്ചിട്ടില്ലേ? ദൈവവചന പരിചയക്കുറവിനെ കുറിച്ച് ഈശോ അവിടെ പഠിപ്പിക്കുകയായിരുന്നു. ദേവാലയം ദൈവവചനം നല്ലതുപോലെ കേട്ട് പഠിക്കുന്നതിനുള്ള അവസരമാണ്. നിങ്ങൾ പണ്ഡിതന്മാർ ഇത് വായിച്ചിട്ടില്ലേ? ഇത് കേട്ടിട്ടില്ലേ? ഈശോ ഒരു വലിയ ഒരു കറക്ഷൻ അവിടെ കൊടുക്കുകയായിരുന്നു. എന്താണ് വാസ്തവത്തിൽ ദേവാലയം, അല്ലെങ്കിൽ ദേവാലയത്തിൻ്റെ പ്രസക്തി എന്താണ് എന്നതിനെക്കുറിച്ച് ഇപ്പോഴത്തെ പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പ ഊന്നിപ്പറയുന്ന കാര്യങ്ങളിലൊക്കെയാണല്ലോ സഭ വിളിമ്പുകളിലേക്ക്, അരികളിലേക്ക് പോകണം. ദേവാലയത്തിൽ അന്ധരും മുടന്തരും കുട്ടികളും വന്ന് അടുത്ത് ഇരുന്ന് ഒച്ച വെച്ച് ബഹളം വെച്ചപ്പോൾ ഈശോ പറഞ്ഞു, അതാണ് ദൈവസ്തുതി. അത് പ്രവാചകന്മാർ പറഞ്ഞിട്ടില്ലേ? സങ്കീർത്തകൻ പറഞ്ഞിട്ടില്ലേ? മോശ പറഞ്ഞിട്ടില്ലേ? നിങ്ങളെന്തിനാണ് എന്നെ കുറ്റപ്പെടുത്തുന്നത്? നിങ്ങളെന്തിനാണ് മോശയെ കുറ്റപ്പെടുത്തുന്നത്? നിങ്ങളെന്തിനാണ് സങ്കീർത്തകനെ വിമർശിക്കുന്നത്? ഇത് പറഞ്ഞിട്ടുള്ള കാര്യമല്ലേ? അതാണ്. അപ്പോൾ ഒരു ദേവാലയത്തിൻ്റെ ശുദ്ധീകരണ കർമ്മത്തിൽ നടക്കേണ്ട കാര്യങ്ങളെ കുറിച്ചുള്ള ഒരു വലിയ വ്യക്തമായ ഉൾക്കാഴ്ചയാണ് ഈശോ അവിടെ നൽകുന്നത്. എല്ലാ ആളുകളോടും, ബലഹീനന്മാരായ എല്ലാവർക്കും സൗഖ്യം ലഭിക്കേണ്ട ഒരു കേന്ദ്രമാണിത്. അവിടെ ബലിയർപ്പിക്കുമ്പോൾ അത് കുട്ടികളുടെ നിഷ്കളങ്കതയിൽ നിന്ന് വരുന്ന ഇതുപോലെ ആയിരിക്കണം, കാപട്യമില്ലാത്ത ജനതയായിരിക്കണം. അതാണ് അവിടെയും കുഞ്ഞുങ്ങൾ എന്ന് പറഞ്ഞിരിക്കുന്നതിൻ്റെ മൂലാർത്ഥത്തിൽ പ്രായത്തിൽ ചെറുത് എന്ന് മാത്രമല്ല, നിഷ്കളങ്കരായ ആളുകൾ, അവരാണ് ഈ വെളിപ്പെടുത്തലുകൾ. ദൈവത്തിൻ്റെ വലിയൊരു വെളിപാടാണ് ഈ കുദാശകർമ്മത്തിൽ, ദേവാലയത്തിൻ്റെ ശുദ്ധീകരണത്തിൽ നടന്നത് എന്ന് കർത്താവ് പഠിപ്പിക്കുകയായിരുന്നു. നമ്മുടെ ഈ ദേവാലയ നിർമ്മിതിയിൽ ഞാൻ കണ്ട ഒരു സവിശേഷതയും അതാണ്. ഇവിടെ കത്തോലിക്കരും മുസ്ലിങ്ങളും ഹൈന്ദവരും എല്ലാം തിങ്ങിപ്പാർക്കുന്ന ഒരു സ്ഥലമാണ്. അത്തരത്തിലുള്ള ഒരു കൂടിവരവിൽ ഇതുപോലെ ഒരു സ്ഥലം വേറെ ഒരിടത്തും കാണുകയില്ല. അവരുടെ എല്ലാം വലിയൊരു സാന്നിധ്യവും സഹകരണവും അവരൊക്കെ വെച്ചു പുലർത്തുന്ന ഒരു ദൈവചിന്തയുടെ കൂട്ടായ പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ട് കൂടിയാണ് ഇവിടെ ഇത്ര ശ്രേഷ്ഠമായ രീതിയിൽ നമുക്ക് ഈ ദേവാലയം പണിയുവാൻ സാധിച്ചത്. ആദിമസഭയുടെ ഏറ്റവും വലിയ ഒരു പണ്ഡിതനാണ് ഒറിജൻ എന്ന് പറയുന്ന വിശുദ്ധനായ ഗ്രന്ഥകാരൻ. ഈശോ ബാലനായിരുന്നപ്പോൾ ദേവാലയത്തിൽ പോയി ഇരുന്ന് പഠിപ്പിക്കുന്ന ആ സംഭവത്തെക്കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട്. അതാണ് യഥാർത്ഥത്തിൽ ദേവാലയ കോൺസെക്രേഷൻ. അദ്ദേഹം പറയുന്നത്, ഈശോ അവിടെ പോയി പണ്ഡിതന്മാരോട് സംസാരിച്ചത് അവരിൽ നിന്ന് കുറേ കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടിയല്ല, പ്രത്യേക ആ പണ്ഡിതന്മാരെ ദൈവത്തിൻ്റെ വെളിപാട്, വേദഗ്രന്ഥങ്ങളുടെ
അന്തരാർത്ഥങ്ങൾ പഠിപ്പിക്കാൻ വേണ്ടിയാണ്. പണ്ഡിതന്മാരുടെ നടുക്കിരുന്ന് ചോദ്യം ചോദിക്കുന്ന ആ ബാലനായ ഈശോ അവിടെ ദൈവത്തിൻ്റെ തിരുവചനങ്ങൾ ആ സമൂഹത്തെ പഠിപ്പിക്കാൻ വേണ്ടിയാണ്. ആ പ്രൊഫസേഴ്സിൽ നിന്ന് കുറേ കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടിയല്ല, അവരെ സത്യമെന്താണെന്ന് പഠിപ്പിക്കാൻ വേണ്ടിയാണ് അവിടെ പോയിരിക്കുന്നത്. ഒരിക്കൽ പറയുകയാണ്, നല്ല ചോദ്യങ്ങൾ ചോദിക്കുമ്പോഴാണ് നല്ല ഉത്തരങ്ങൾ കിട്ടുന്നത്. പൊട്ട ചോദ്യങ്ങൾ ചോദിച്ചാൽ ബലഹീനമായ ഉത്തരങ്ങളാണ്. ഈശോ അവിടെ പോയിരുന്ന് വേദശാസ്ത്രികളോട് ചോദ്യം ചോദിച്ച് തർക്കിച്ച് യഥാർത്ഥ ദൈവവചനം എന്താണ് എന്ന് അവരെ പഠിപ്പിക്കുകയാണ്. അവിടെ വെച്ച് അമ്മയെ പഠിപ്പിച്ചു. അമ്മ ചോദിച്ച ചോദ്യത്തിന് ഈശോ പറഞ്ഞല്ലോ, എനിക്ക് എൻ്റെ പിതാവിൻ്റെ കാര്യത്തിൽ ശ്രദ്ധിക്കാതിരിക്കാൻ ഒക്കെയില്ല. ഞാനും എൻ്റെ പിതാവും ഒരുപാട് ക്ലേശിച്ച് യാത്ര ചെയ്തിലൂടെ വന്നു വിഷമിച്ചു, നിന്നെ കാണാതായതിലുള്ള ദുഃഖം എന്ന് പറഞ്ഞപ്പോൾ ഈശോ പറഞ്ഞു, എനിക്ക് എൻ്റെ പിതാവിൻ്റെ കാര്യത്തിൽ ശ്രദ്ധിക്കണം. വലിയൊരു പ്രബോധനം കൊടുക്കുകയാണ്. ഈ വേദശാസ്ത്രി പറയുന്നത്, അമ്മയെ ദേവാലയത്തിൽ വെച്ച് ഈശോ പഠിപ്പിച്ചു. എൻ്റെ പിതാവിൻ്റെ കാര്യത്തിൽ, സ്വർഗീയ പിതാവിൻ്റെ കാര്യത്തിലുള്ള ആ വലിയ അറിവ് പകരാൻ വേണ്ടിയാണ് ഞാൻ ലോകത്തിലേക്ക് വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞ് ബാലൻ അമ്മയെയും ദേവാലയത്തിൽ വെച്ച് പഠിപ്പിക്കുകയാണ്. ദേവാലയ കർമ്മങ്ങളുടെ പരിശുദ്ധി എന്ന് പറയുന്നത് അതാണല്ലോ. നമ്മളിവിടെ എത്രയോ പതിറ്റാണ്ടുകളായിട്ട് ഇവിടെ പരിശുദ്ധ കുർബാനയും മറ്റ് ഉദാശകളും അർപ്പിക്കുകയും തിരുവചന പ്രഘോഷണങ്ങളെല്ലാം നടത്തുകയും ചെയ്യുന്നു. ഈ ഒരു കാര്യമാണ് ദൈവവചനത്തിൻ്റെ തിരുവചനത്തിൻ്റെ ആഴങ്ങളിലേക്ക് പോകുവാനും ശിശുക്കളെ പോലെ നിഷ്കളങ്കമായ ഹൃദയത്തോടുകൂടി ബലിയർപ്പിക്കുവാനും അങ്ങനെ കൂടി വരുന്ന ആ സ്ഥലമാണ് പ്രാർത്ഥനാലയം, ദേവാലയം. ആ വിശുദ്ധീകരണ കർമ്മത്തിൽ പങ്കുപറ്റുവാനായിട്ട് നമുക്ക് സാധിക്കണം. നല്ലതുപോലെ അഗസ്തീനോസിൻ്റെ പ്രസിദ്ധമായ ഒരു വാക്യമുണ്ട്, രോഗികളിൽ നിന്ന് പിശാചുക്കളെ അടിച്ച് ഓടിച്ചതുപോലെയാണ് ജെറുസലം ദേവാലയത്തിൽ നിന്ന് കച്ചവടക്കാരെ കർത്താവ് പുറത്താക്കിയത്. അടിച്ച് പുറത്താക്കി ലാഭക്കൊതിയുമായിട്ട് ദേവാലയ അങ്കണത്തിലും അതിനകത്തും വരുന്നവരെ ഒരു വ്യക്തിയിൽ നിന്ന് പിശാചിനെ ഒഴിവാക്കുന്നത് പോലെ ദേവാലയത്തിൽ നിന്ന് ഒഴിവാക്കി ദേവാലയത്തെ ശുദ്ധീകരിച്ചു. നമ്മൾ നവീകരിക്കപ്പെടുന്ന ദേവാലയം ആത്യന്തികമായിട്ട് വിശുദ്ധ പൗലോസ് പറയുന്നുണ്ടല്ലോ, നവീകരിക്കപ്പെടേണ്ട ദേവാലയം മനുഷ്യഹൃദയങ്ങളാണ്. അങ്ങനെ നമ്മൾ ശിശുക്കളെ പോലെ നിഷ്കളങ്കതയിൽ വ്യാപരിക്കുന്നതിനും ദൈവവചനം പഠിക്കുന്നതിനുമെല്ലാം വേണ്ടിയാണ് ഇവിടെ പതിറ്റാണ്ടുകൾക്ക് മുമ്പ് ഈ ദേവാലയം നമ്മൾ പണിതത്. പിന്നീട് ഇപ്പോൾ നമ്മൾ അത് വിപുലമായ രീതിയിൽ കലാപരമായ രീതിയിൽ പുതുക്കി പണിയുമ്പോഴും ദേവാലയത്തെക്കുറിച്ചുള്ള അടിസ്ഥാനപരമായ ആ ചിന്തകൾ നമുക്ക് വേണം. അത് നമ്മൾ കൈവരിയരുത്. അത് നഷ്ടപ്പെടുമ്പോൾ ദേവാലയം ബാഹ്യമായ ഒരു സൗധമായിട്ട് തീരും. നമുക്ക് കാണാൻ വേണ്ടിയുള്ള ഒരു അലങ്കാര വസ്തുവായിട്ട് മാറും. അതിനപ്പുറത്തുള്ള ആ ഒരു വലിയ ചൈതന്യം, ഈശോയാകുന്ന ആ നാണയം, അത് സൂക്ഷിക്കുന്ന സ്ഥലമാണ് ഈ പള്ളി എന്ന് നമ്മുടെ ഹൃദയത്തിൽ നമുക്ക് സൂക്ഷിക്കാം. ഈ ദേവാലയ നിർമ്മിതിയിൽ പ്രധാനപ്പെട്ട പി അധ്യക്ഷന് ആദ്യം ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഇടവക ജനങ്ങളുടെ വലിയ ആവേശവും താല്പര്യവും സന്തോഷവും എല്ലാം ഇതിൻ്റെ പിന്നിൽ ഉണ്ടായിരുന്നു. ഞാനിവിടെ പല അവസരങ്ങളിൽ വന്നിട്ടുണ്ട്. പണി തുടങ്ങി പകുതിയായപ്പോഴും ഒരിക്കൽ കാണാൻ വന്നിരുന്നു. അത്തരത്തിലെല്ലാം ഈ കുട്ടിക്കൽ ഇടവക സമൂഹത്തിൻ്റെ വലിയൊരു നേതൃത്വവാസന കൂടെ ഇതിൽ വന്നിട്ടുണ്ട്. പി അധ്യക്ഷന് വളരെ സമർത്ഥനായ ജപാലന ശുശ്രൂഷകളിൽ, നിർമ്മാണ പ്രവർത്തനങ്ങളിൽ, ജനങ്ങളോട് ബന്ധപ്പെടുന്ന കാര്യത്തിൽ, കുട്ടികൾക്ക് പരിശീലനം കൊടുക്കുന്ന കാര്യത്തിലൊക്കെ അച്ഛന് ഇരുന്ന സ്ഥലങ്ങളിലെല്ലാം വളരെ എക്സെപ്ഷണലായിട്ടുള്ള ചാതുരി കാണിച്ചിട്ടുണ്ട്. ഇവിടെ അച്ഛനെ വികാരിയായിട്ട് നിയമിച്ചപ്പോഴും എൻ്റെ മനസ്സിൽ ഈ ദേവാലയത്തിൻ്റെ ഒരു പുനർനിർമ്മിതി നിങ്ങൾ ഒരുപാട് പേര് ആഗ്രഹിക്കുമെന്ന് എനിക്ക് അറിയാമായിരുന്നു. അത് ഞാൻ അച്ഛനോട് പറഞ്ഞാണ് ഈ സ്ഥലത്തേക്ക് വിട്ടത്. അത് വളരെ വേഗത്തിൽ
അത് ചെയ്യാനായിട്ട് സാധിച്ചു. അച്ഛന് എല്ലാവരുടെയും ഒരു സഹകരണം അദ്ദേഹത്തിന് കിട്ടി, അല്ലെങ്കിൽ അദ്ദേഹത്തിന് അത് വെളിപ്പെടുത്താൻ സാധിച്ചു. അതാണ് എല്ലാ ജനവിഭാഗത്തിൽപ്പെട്ടവരോടും ഈ ഇടവകയുടെ സ്വന്തമായിട്ടുള്ളവരോടുമൊക്കെ നല്ലതുപോലെ ഇടപെടുന്നതിന് അച്ഛന് സാധിച്ചു. അതിൻ്റെ ഒരു പരിണിത ഫലം കൂടിയാണ്. ആ കൂട്ടായ്മയാണ് നമ്മൾ ചിലരെ ഇതിൻ്റെ തന്നെ നേതൃത്വ നിലയിലേക്ക് തിരഞ്ഞെടുത്ത്. ബഹുമാനപ്പെട്ട ജോർജ് മാത്യു ഉപ്പൻചേട്ടന് അധികാലം മുതൽ ഇതിൻ്റെ കാര്യത്തിൽ വളരെ തൽപരനായിരുന്നു. അവരുടെ ആവശ്യം അദ്ദേഹം നേരിട്ടും ഫോണിലൂടെയും ഒക്കെ സംസാരിക്കുകയും ഇവിടെയുള്ള നെയ്ക്കാരന്മാരെയൊക്കെ കൂട്ടിയിണക്കി ഈ ശുശ്രൂഷകളെല്ലാം നടത്തി. ഈ വലിയ കാര്യത്തിൻ്റെ ഞങ്ങൾ കൺവീനറും അദ്ദേഹമായിരുന്നു. ഞാനൊരു ഉദാഹരണം പറഞ്ഞതേ ഉള്ളൂ. അതുപോലെ തന്നെ രാജേഷ് വളരെ ഞങ്ങളെയും ഈശോ പറഞ്ഞ വാക്ക് പറഞ്ഞ കണ്ണുകൾ ഉയർത്തി ഒരു നിമിഷവും നോക്കിയാൽ മനസ്സിലാകും ഇതിൻ്റെ കലാഭംഗി. ഇത് വളരെ വേറിട്ട് നിൽക്കുന്ന ഒരു ആർട്ടിസ്റ്റിക് സൗന്ദര്യം, കലാപരമായ ഒരു സൗന്ദര്യം ഇതിനുണ്ട്. അത് ദേവാലയത്തിൻ്റെ പ്രത്യേകതയോട് ചേർന്ന് പോകുന്നൊരു കാര്യമാണ്. ആ കലയിലും ഒരു ദൈവശാസ്ത്രമുണ്ട്, ഒരു ആത്മീയതയുണ്ട്. അതുകൊണ്ടാണ് വലിയ പ്രസിദ്ധരായ ഗ്രന്ഥകാരന്മാർ ഇത്തരത്തിലുള്ള കലകളെ വിയ ഉൾക്രിത്തോദിനിഷ്, സൗന്ദര്യത്തിൻ്റെ വഴി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് ഒരു ഘട്ടത്തിൽ പറഞ്ഞാൽ ഇതുപോലുള്ളൊരു പള്ളി ഇപ്പോഴും നമ്മുടെ രൂപതയിലില്ല. അത്ര വ്യത്യസ്തമായ ഒരു കലാ സൗന്ദര്യം ഇതിനുണ്ട്. ഞാൻ പ്രിയമായിട്ട് രാജേഷിനെയും ഞാൻ ഓർത്ത് നന്ദി പറയുന്നു. അതുപോലെ രാജേഷ് ചേട്ടന്, തോമാച്ചന്, കൈക്കാരന്മാർ, കമ്മിറ്റിക്കാർ, അതിൻ്റെ എല്ലാം അപ്പുറത്ത് ഞാൻ ആദ്യം പറഞ്ഞ കാര്യം ഇവിടെയുള്ള സാധാരണക്കാരും കുട്ടികളും മറ്റ് മതസ്ഥരും ഒക്കെ ഇതിൽ പങ്കെടുത്തിട്ടുണ്ട്. അവിടെയാണ് ഒരു ആഴമായ സുവിശേഷം കിടക്കുന്നത്. പരിശുദ്ധ പിതാവ് പഠിപ്പിക്കുന്നതാണ്. അങ്ങനെ നവീകരിക്കപ്പെടേണ്ട ദേവാലയങ്ങൾ നമ്മളാണെന്നും നമ്മൾ അതിർത്തികളിലേക്ക് പോകണമെന്നും അതിർത്തി ഒരു പാവപ്പെട്ട മനുഷ്യനെ കണ്ടുമുട്ടുന്നത് മാത്രം ആണ് പരിശുദ്ധ പിതാവ് ഉദ്ദേശിക്കുന്നതെന്ന് ഞാൻ കരുതുന്നില്ല. നമ്മളുടേതിൻ്റെ ജീവിതത്തിൻ്റെ അതിർത്തികളുണ്ട്. നമ്മളെ ശുദ്ധീകരിക്കേണ്ടത്, അല്ലെങ്കിൽ നമ്മൾ കണ്ടെത്തേണ്ടത്, നമ്മൾ തിരുത്തേണ്ടത് ഒക്കെയായ അതിർത്തികൾ നമ്മളുടെയൊക്കെ വ്യക്തിപരമായ ജീവിതത്തിൽ കാണും. ആ ജീവിതത്തിൻ്റെ അതിർത്തികൾ കൂടെ നമ്മൾ കണ്ടെത്തുമ്പോഴാണ് ദേവാലയത്തിൻ്റെ പരിപാലനത. വിശുദ്ധ പൗലോസ് പറയുന്ന ഞാനാണ് ദേവാലയം, എൻ്റെ ഉള്ളിൽ ഈശോ ഉണ്ട്, ആ ആത്മീയതയിലേക്ക് വളരുന്നത്. അങ്ങനെയുള്ള ഒരു കൂട്ടായ്മയുടെ ആത്മീയത ഇവിടെ കണ്ടെത്തുവാനായിട്ട് ബഹുമാനപ്പെട്ട വിയാരിച്ചനും ജനറൽ കൺവീനറും എല്ലാം നല്ല നേതൃത്വം നൽകി. ഇതിനെനിക്ക് അതിയായ സന്തോഷമുണ്ട്. പള്ളി നിറഞ്ഞു കവിഞ്ഞ ആളുകളുണ്ട്. നമ്മളുടെ വലിയ പിതാവ് ഈ ദിവസങ്ങളിലൊക്കെ വിശ്രമത്തിലായിരുന്നു. എനിക്ക് തോന്നുന്നത് കൂട്ടിക്കലായതുകൊണ്ട് മാത്രമാണ് പിതാവ് പോകുന്നതാണ് എൻ്റെ വിശ്വാസം. വേറെ എവിടെയാണെങ്കിലും പിതാവിൻ്റെ യാത്ര ചെയ്യാനൊക്കെ വിഷമമുള്ള ദിവസങ്ങളായിരുന്നു. ചുമയും ജലദോഷവും. ഈ പ്രദേശത്തോടും ഈ ദേവാലയത്തോടും ഞങ്ങളെല്ലാവരോടുമുള്ള സ്നേഹം ആണ് പിതാവിൻ്റെ സാന്നിധ്യം വഴി പിതാവ് നൽകിയത്. അത് നമുക്ക് ഞാനെപ്പോഴും പറയാറുണ്ട്, പള്ളികളിൽ വരുമ്പം അടിത്തറയുള്ള കല്ലാണ് പിതാവിൻ്റെ സാന്നിധ്യം. അതുപോലെ നമുക്ക് ശക്തിയും പ്രോത്സാഹനവും നൽകുന്നതാണ്. ഈ ഔദ്യോഗികമായ ഈ പ്രാർത്ഥനാ ശുശ്രൂഷയിൽ ഒരിക്കൽ പിതാവിനോടും എന്നോടും ചേർന്ന് പിതാവും കാർമ്മികത്വം വഹിച്ചത് നിങ്ങൾക്ക് ദൈവാനുഗ്രഹത്തിൻ്റെ വലിയ ഒരു അവസരം കൂടിയാണ്. ദൈവത്തിന് നമുക്ക് നന്ദി പറയാം. വ്യാരീച്ചനും മറ്റു പലരും എന്നോട് ഇനിയുള്ള ചില കാര്യങ്ങളെക്കുറിച്ചെല്ലാം പറഞ്ഞിരുന്നു. ഞാൻ ഈ പ്രസംഗത്തിൻ്റെ സന്ദേശം തന്നെ അവരോടെല്ലാം പറഞ്ഞ് ബാക്കി കാര്യങ്ങളെല്ലാം കുർബാന കഴിഞ്ഞ് മണ്ഡലത്തിലേക്ക് ഇറങ്ങി പുറത്ത് വെച്ച് നടത്തേണ്ട കാര്യമാണ്. ചില അത്യാവശ്യ കാര്യങ്ങൾ ചെയ്യണമെന്ന് എന്നോട് പഞ്ചായത്തിനും രാജേഷേട്ടനും ഒക്കെ പറഞ്ഞിരുന്നു. അതെല്ലാം നമുക്ക് ഈ പള്ളിക്കകത്ത് വേണ്ടെന്ന് വെക്കാം. ഇവിടെ ഒരിക്കൽ പിതാവിൻ്റെ കാർമ്മികത്തിൽ കുർബാന ആരംഭിക്കുകയാണ്. ആ കുർബാനയിൽ നമുക്ക് ദൈവാനുഗ്രഹത്തിനായിട്ട് പ്രാർത്ഥിക്കാം. മറ്റ് കാര്യങ്ങളെല്ലാം കുർബാനയ്ക്ക് ശേഷം പള്ളിയിലെ മുറ്റത്ത് വെച്ച് നമുക്ക് നടത്താം. ധാരാളം അച്ഛന്മാർ ഈ തിരുക്കർമ്മങ്ങളിൽ പങ്കെടുത്തുകൊണ്ടാണ് ഇരിക്കുന്നത്. ഇവിടെയുള്ള പഴയ വികാരിമാരുടെ ഒരു നിര തന്നെയുണ്ട്. അതൊക്കെ ഞാൻ പറഞ്ഞില്ലേ, കുട്ടിക്കലിനോടുള്ള ഒരു വൈകാരികമായ ബന്ധത്തിൻ്റെ ഭാഗം കൂടിയാണ്. അതുപോലെ സമർപ്പിതരുടെ വലിയ നിരയുണ്ട്. അതെല്ലാം നമുക്ക് വലിയ പ്രോത്സാഹനമാണ്. ദൈവത്തിൻ്റെ കൃപയുടെ വ്യത്യസ്തമായ വഴികളാണ്. അതെല്ലാം ഞാൻ നന്ദിയോടെ ഓർക്കുന്നു. ഈ ആഴ്ചയിലെയും നിങ്ങളെല്ലാവരെയും
ദൈവത്തിന് സമർപ്പിക്കുന്നു. വിശുദ്ധ അൽഫോൻസാമ്മയോട് നമുക്ക് മധ്യസ്ഥം പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ കരുണാകരമായ സ്നേഹം നമ്മുടെ എല്ലാവരുടെയും മേൽ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ.